ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്ന വിഷയം 2025 ജനുവരി മാസം 8-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം പറയാം. മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് രാജയോഗതുല്യമായ അനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം. 2 രാജയോഗതുല്യമായ അനുഭവങ്ങളാണ് വന്നുചേരുക. ഒന്ന്, ഈ മേടക്കുറുകാരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചൊവ്വയും ചന്ദ്രനും 4-ാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് നീചഭംഗ രാജയോഗം അഥവാ ചക്രവർത്തി രാജയോഗതുല്യമായ അനുഭവങ്ങൾ ഈ നാളുകാർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം. അതുപോലെ തന്നെ 2-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതിന് 2-ൽ വ്യാഴം നിൽക്കുന്നു. പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രഹം തൊട്ട് മുമ്പിൽ നിന്നാൽ അത് സുലഭ രാജയോഗം എന്ന് പറയുന്ന രാജയോഗത്തെ കൊടുക്കുന്നു എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ 2 രാജയോഗതുല്യമായ അനുഭവങ്ങൾ മേടക്കുൾപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് വന്നിരുന്നൊരു ദിവസമാണ്. എന്നാൽ ഇവർക്ക് തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇവർക്ക് വന്നു ചേരാനുള്ള തിക്താനുഭവങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പ്രേമ നൈരാശ്യം, അല്ലെങ്കിൽ പ്രേമനഷ്ടം, സ്നേഹനഷ്ടമോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നൊഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ നേട്ടങ്ങൾ തന്നെ വന്നു ചേരുന്നൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് മേടക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കുറാണ്. ഇടവക്കുറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം അവരുടെ 12-ാം ഭാവത്തിൻ്റെ അധിപനും 3-ാം ഭാവത്തിൻ്റെ അധിപനുമായ ഗ്രഹങ്ങൾ തമ്മിൽ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് വലിയ നഷ്ടങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയില്ല. മാതാവിനോ ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തോ നഷ്ടങ്ങളൊന്നും തന്നെ വന്നു ചേരാൻ സാധ്യതയില്ല. 12-ാം ഭാവത്തിൻ്റെ അധിപൻ രാജയോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും തന്നെ വന്നു ചേരാൻ സാധ്യതയില്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ എന്നാൽ ചിലരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടസാധ്യതകൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ അവർക്ക് മാനസികമായും ശാരീരികമായും വലിയ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെടത്തില്ല. അതൊരു നിസ്സാര കാര്യമായിട്ട് അവരെ തള്ളിക്കളയും. എങ്കിലും അവർ ഹൃദയത്തെ കൊള്ളുന്ന അല്ലെങ്കിൽ വേദനിക്കുന്ന അനുഭവമാണ് അത്. പക്ഷേങ്കിൽ അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു ദിവസമാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ അത് മാനസികമായിട്ടുള്ള തകർച്ചയ്ക്കൊന്നും കാരണമായി തീരത്തില്ല. മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും അങ്ങനെ സൗഭാഗ്യമായ ജീവിതം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം എന്നുള്ളത് ഇടവക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. അവിടെ പ്രത്യേകിച്ച് ദോഷമൊന്നും അവർക്ക് കാര്യമായിട്ട് ഉണ്ടാകുന്നതല്ല എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി മിഥുനക്കുറാണ്. മിഥുനക്കുറിൽപ്പെട്ട മകരൻ, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജാതകർ പണം ചെലവാക്കി ആ പണം അവർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത് മൂലം മറ്റുള്ളവരുടെ കീർത്തിയും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ അവരെ തേടി വരുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ അവർക്കൊരു പ്രശ്നമുണ്ട്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊരു ദോഷവശമാണ്. മറ്റു പല കാര്യങ്ങളിലും അവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ധനസ്ഥിതിയുമൊക്കെ രാജയോഗ തുല്യമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ മിഥുനക്കുറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭാരപ്പെട്ടിരുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നവർക്ക് ആശ്വാസകരമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. കുടുംബസുഖവും ധനപരമായ നേട്ടവും രാജകീയമായ നിലയിൽ വന്നു ചേരുമെന്നുള്ളതാണ് പ്രത്യേകത. അതാണ് ഇവരുടെ പ്രത്യേകത. അതുപോലെ തന്നെ ഇവർക്ക് തൊഴിലിടങ്ങളിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അടുപ്പം അത് ഒരു നഷ്ടത്തിൻ്റെ വക്കിലേക്ക് പോകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ ബുധനാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അവർക്ക് 10-ാം ഭാവത്തിൽ രാഹുവാണ് നിൽക്കുന്നത്. അപ്പോൾ മിഥുനക്കുറുകാർ തൊഴിൽ മേഖലയിൽ കൂടി അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ ഒരു പുതിയ ബന്ധം സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ 10-ലെ രാഹു കൊടുക്കുന്നത്. അപ്പോൾ അതിന് നഷ്ടം സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ബുധനാഴ്ച ദിവസം വന്നു ചേരുക. ആ ഒരു തിക്താനുഭവം ഒഴികെ മറ്റു പല കാര്യങ്ങളിലും ഇവർക്ക് നേട്ടങ്ങൾ തന്നെ വന്നു ചേരുന്നൊരു ദിവസമാണ് ഈ മിഥുനക്കുറുകാർക്ക് ബുധനാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ രാജയോഗം ചെയ്ത് നിൽക്കുന്നു. നല്ല ആരോഗ്യമുള്ള ദിവസം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന നാളുകാർ അവരൊക്കെ ഇപ്പോൾ നല്ല ദൈവാധീനം കൊണ്ട്, അതായത് ആ സമയത്തൊക്കെ ഒരുപാട് പേർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ വിഷമസ്ഥിതിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടുള്ള ഒരു മാറ്റം, ഒരു അനുഗ്രഹം. അവർക്കിപ്പോൾ നല്ല ആരോഗ്യം വന്നു ചേർന്നിരിക്കുന്ന ഒരു ദിവസമാണ്. മനസ്സും ശരീരവും ഒക്കെ ശുദ്ധമായിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നല്ല മനസ്സും നല്ല ചിന്തയും നല്ല ആശയവും നല്ല ഉന്മേഷവും ഉള്ളൊരു ദിവസമായി ബുധനാഴ്ച ദിവസം അവർക്ക് വന്നു ചേരും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ചില കാര്യങ്ങൾ ഇവർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ ജീവിതത്തിലുണ്ട്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ. ഈ 7-ൽ അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു. 7-ാം ഭാവാധിപൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്.
അതുപോലെ തന്നെ ഇവർക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊന്നും കാര്യമായി വന്നു ചേരാത്തൊരു സാഹചര്യമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെ മാറ്റം വരികയാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം എന്നുള്ളത് കർക്കിടകക്കുറുകാർ മനസ്സിലാക്കുക. അവർക്ക് സുഖസ്വസ്ഥദേഹത്തിന്മ അനുകൂലമാണ്, മാതാവിൻ്റെ സ്ഥിതി മെച്ചമാണ്, അതുപോലെ തന്നെ തൊഴിൽപരമായുള്ള മേഖലയിൽ നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നൊരു ദിവസമാണ്, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേന സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. പക്ഷെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിലെ കല്ലുകടി അത് ഇതുവരെയും മാറാതെ കിടക്കുകയാണ്. അത് അഷ്ടമത്തിലെ ശനി ഒന്ന് മാറണം. അപ്പോൾ അതുവരെയും ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും കർക്കിടകക്കുറുകാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്നുള്ളതും പ്രത്യേകം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും ബുധനാഴ്ച ദിവസം ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ദിനമായി കർക്കിടകക്കുറുകാർക്ക് വന്നു ചേരുമെന്നുള്ളതാണ് ഒരു നല്ല കാര്യം. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ രാജകീയമായ നിലയിൽ അവരെ തേടി വരുന്നൊരു ദിവസമാണ്. മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഭാഗ്യമായ അനുഭവങ്ങൾ അവരെ തേടി വരും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ നഷ്ടസാധ്യതകൾക്ക് ഒരു അവസരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ബുധനാഴ്ച ദിവസത്തെ വലിയൊരു പ്രത്യേകത. പല വിധത്തിലുള്ള നഷ്ടങ്ങൾ അവരെ തേടി വരുവാൻ ഇടയുണ്ടെങ്കിലും പക്ഷെങ്കിൽ അതൊന്നും വന്നു ചേരാതെ പോകും. അതാണ് അതിൻ്റെ പ്രത്യേകത. നല്ല ആരോഗ്യമുണ്ടാകും, ശരീരത്തിനും മനസ്സിനും സുഖവും സന്തോഷവും ഉണ്ടാകും, തൊഴിൽപരമായുള്ള നേട്ടമുണ്ടാകും, ദാമ്പത്യ ജീവിത വിജയമുണ്ടാകും. അങ്ങനെ ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് ചിങ്ങക്കുറുകാർ മനസ്സിലാക്കുക. സൗഭാഗ്യകരമായ ജീവിതാനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ ഇടയുണ്ട്. അത് മാത്രമാണ് പ്രത്യേകിച്ച് ദോഷവശത്തെക്കുറിച്ച് പറയാനുള്ളത്. ബാക്കിയുള്ള പല കാര്യങ്ങളിലും ഇവർക്ക് നേട്ടം തന്നെയാണെന്നുള്ളത് ചിങ്ങക്കുറുകാർ മനസ്സിലാക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ, അത്തം, ചിത്തിര, 2 പാദം നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം അവർക്ക് ലാഭകരമായ അനുഭവങ്ങൾ, ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ ഒരു വേദനാജനകമായ ഒരു അനുഭവം അവർക്കുണ്ട്. അവരുടെ അഷ്ടമത്തിൽ നിന്നുകൊണ്ടാണ് ചന്ദ്രൻ നീചഭംഗ രാജയോഗം ഈ ചൊവ്വായ്ക്ക് കൊടുക്കുന്നത്. അവരുടെ അഷ്ടമരാശിയിലാണ്, കന്നിക്കൂറുകാരുടെ അഷ്ടമരാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമരാശിയിൽ നിന്നുകൊണ്ട് അവരുടെ 11ാം ഭാവാധിപനെ ബലവാനാക്കുകയാണ്. അതായത് അഷ്ടമത്തിൻ്റെ അധിപനെ ബലവാനാക്കുകയാണ്. അപ്പോൾ കന്നിക്കൂറുകാർക്ക് നേട്ടമാണോ കോട്ടമാണോ എന്നുള്ളതൊരു വലിയ വിഷയമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടമത്തിൻ്റെ അധിപനായ ഗ്രഹം ബലം പ്രാപിച്ചു കഴിഞ്ഞാൽ അതൊരു പാപഗ്രഹമായതുകൊണ്ട് നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യത കുറവാണ്. അപ്പോൾ 11ാം ഭാവത്തിൻ്റെ അധിപൻ ശുഭനായതുകൊണ്ട് ഒരു പക്ഷേ ഈ വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരാതെ ഈ ബുധനാഴ്ച ദിവസം കടന്നു പോകുമെന്നുള്ളതാണ് ഒരു നേട്ടം. അപ്പോൾ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഏതൊരു കാര്യത്തിലും പ്രവർത്തന വിജയം ഉണ്ടാകണ്ടേ? ആ പ്രവർത്തന വിജയം എന്നുള്ള ആ സ്ഥാനത്ത് അഷ്ടമത്തിൻ്റെ അധിപൻ കയറി നിൽക്കുകയാണ്. അങ്ങനെ ബലം പ്രാപിച്ച് നിൽക്കുന്നത് കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പിന്നെയും പ്രതിസന്ധികൾ തുടരും എന്നുള്ളതാണ് ഒരു വിഷയം. അതായത് ആഗ്രഹിക്കുന്നത് പോലെയുള്ള നേട്ടങ്ങൾ ഇവരെ തേടി വരികയില്ല എന്നുള്ളതാണ്. ഇപ്പം 11ാം ഭാവാധിപൻ രാജയോഗം ചെയ്ത് നിന്നാൽ അവർക്ക് നേട്ടം തന്നെയാണ്. പക്ഷേ 11ാം ഭാവാധിപൻ അല്ല രാജയോഗം ചെയ്ത് നിൽക്കുന്നത്, അഷ്ടമത്തിൻ്റെ അധിപനാണ് രാജയോഗം ചെയ്ത് നിൽക്കുന്നത്. അതാണൊരു വിഷയം. 11ാം ഭാവത്തിൻ്റെ അധിപനാണ് അഷ്ടമത്തിൻ്റെ അധിപനെ രാജയോഗം ചെയ്യിക്കുന്നത്. അതുവഴിയാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് ചന്ദ്രൻ്റെ സ്വക്ഷേത്രമായ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന, നീചനായിട്ട് നിൽക്കുന്ന ചൊവ്വയെ ബലവാനാക്കുന്നത്. അപ്പോൾ കന്നിക്കൂറുകാർക്ക് ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപൻ ബലവാനാകുകയാണ്. അപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപൻ ബലവാനായി കഴിഞ്ഞാൽ കഷ്ടനഷ്ടങ്ങളുടെ എണ്ണം കൂടും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ചന്ദ്രനും ഒപ്പം നിൽക്കുന്നത് കൊണ്ട് വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കില്ല, എന്നാൽ വലിയ നേട്ടങ്ങളൊന്നും സംഭവിക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാം. തൊഴിൽ മേഖലയിലുള്ള ജീവിതവും വിജയകരമായി തന്നെ പോകുമെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ച് അഷ്ടമം എന്ന് പറഞ്ഞാൽ ഭർതൃഭാവമാണ്. അപ്പോൾ ഭർത്താവിനെ കൊണ്ടുള്ള തിക്താനുഭവങ്ങൾ അവർക്ക് വന്നു ചേരാം. ദാമ്പത്യ ജീവിത പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഒഴികെ മറ്റ് പല കാര്യങ്ങളും ആശ്വാസം വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ ഭാവത്തിൽ, അവരുടെ കുടുംബഭാവത്തിൻ്റെ, ധനഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം
രാജയോഗം ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടവും ആവോളം വന്നു ചേരുന്നൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം. കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമാകുന്നു, ധനസ്ഥിതി മെച്ചമാകുമ്പോൾ ഒരു ജാതകൻ്റെ ജീവിത സാഹചര്യങ്ങളും മെച്ചമാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് മെച്ചമായ ജീവിതാനുഭവങ്ങളായിരിക്കും ബുധനാഴ്ച ദിവസം വന്നു ചേരുക. പക്ഷെങ്കിൽ ഒരു കാര്യത്തിൽ സൂക്ഷിക്കണം. നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളെ ചതിക്കുവാൻ ഇടയുണ്ട്. അതെപ്പോഴും ഒരു ചിന്ത വേണം. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നവർ നിങ്ങളെ വഞ്ചിക്കുക, അതിയായി സ്നേഹിക്കുന്നവർ നിങ്ങളെ ചതിക്കാം. അങ്ങനൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഓരോ കാര്യത്തിലും ഇടപെടുവാൻ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം സന്തോഷകരമായ അനുഭവങ്ങൾ വന്നു ചേരുമ്പോൾ ഇതൊന്നും മറന്നു പോകരുത്. നിങ്ങൾ സഹകരിക്കുന്ന വ്യക്തികൾ ആരാണെന്ന് വ്യക്തമായി ചിന്തിച്ച് മനസ്സിലാക്കി വേണം സഹകരിക്കുവാൻ. അല്ലാത്ത പക്ഷം പിന്നീട് വലിയ കണ്ണുനീർ അതിന് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടവും നിങ്ങൾക്ക് ആശ്വാസമാണ്. തൊഴിൽ ഗുണം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റുപാടും അനുകൂലമായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ദോഷമായിട്ട് വന്നു ചേരുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളുമാണെന്നുള്ളത്, അവർ നിങ്ങൾക്ക് ശത്രുക്കളായാണ് വരാൻ പോകുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവരുടെ ഭാഗ്യഭാവത്തിൽ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ രാജയോഗം ചെയ്ത് നിൽക്കുകയാണ്. ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടി വരേണ്ട ഒരു ദിവസമാണ്. രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ അവർ ഭാരപ്പെടാതെ നല്ല ധൈര്യവും മനസ്സിനും ശരീരത്തിനും തേജസ്സും ഓജസ്സും ഊർജ്ജവും ഒക്കെ നൽകുന്ന നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും ഈ ബുധനാഴ്ച ദിവസം. അപ്പോൾ വൃശ്ചികക്കൂറുകാർ പല പ്രകാരത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവരാണ്. അവരുടെ 4ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവർ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ 5ാം ഭാവം കാര്യഭാവം, മക്കളെ കൊണ്ടുള്ള ഭാവത്തിൽ അവർ വളരെ ബന്ധപ്പെട്ടാണ് കഴിഞ്ഞു പോകുന്നത്. ഉദ്ദേശിക്കുന്നവരുള്ള ജീവിത വിജയം ഉണ്ടാകുന്നില്ല. വ്യാഴമെന്ന് പറയുന്ന ശുഭഗ്രഹം അവർക്ക് വേണ്ടത്ര കൊടുക്കാൻ ശ്രമിച്ചാലും മറ്റു പല സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് അതൊന്നും വന്നു ചേരാതെ പോകുന്നു. അതാണൊരു വിഷയം. അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലിക്ക് പോയി ധനം സമ്പാദിക്കാനുള്ള സാഹചര്യമുണ്ട്. വിവാഹ ജീവിതം നയിക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെങ്കിൽ 5ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഇതിനെയെല്ലാം പിടിച്ചു നിർത്തുകയാണ്. നിങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് പോകണ്ട, നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടേണ്ട, ഞാനിവിടുന്ന് മാറിയതിന് ശേഷം മാത്രം നിങ്ങൾക്കൊരു അഭിവൃദ്ധി ഉണ്ടായാൽ മതി എന്നും പറഞ്ഞ് രാഹു 5ാം ഭാവത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് വൃശ്ചികക്കൂറുകാർക്കൊരു പ്രതിസന്ധി. അപ്പോൾ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. കാര്യഭാവത്തിൽ കാര്യവിജയം ഉണ്ടാകത്തില്ല. അപ്പോൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് കാര്യവിജയം ഉണ്ടാകാത്തൊരു സമയമാണ്. ആ ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ കരകയറണം. എങ്കിൽ മാത്രമേ മറ്റ് അനുകൂലമായ ജീവിത സാഹചര്യം നിങ്ങളിലേക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് രാഹു കേതുവിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്നും പിടിവിട്ട് പോരുവാൻ നിങ്ങൾ പരിശ്രമിക്കണം. അതിനുള്ള ദോഷപരിഹാര പൂജകളൊക്കെ ചെയ്യണം. അപ്പോൾ ബുധനാഴ്ച ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടവും കലാകാരന്മാർക്ക് കലാപരമായ മേഖലകളിൽ കൂടി ധനം വന്നു ചേരുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. അറിവുള്ളവരിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും ഗുരുക്കളിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് സഹായവും ധനപരമായ നേട്ടവും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഒരുപക്ഷേ നിങ്ങൾക്ക് അത് ഒരു ദോഷം ചെയ്യുന്ന ഒരു സാഹചര്യം ആയിരിക്കാം. പക്ഷേ എങ്കിലും നാളത്തെ ദിവസം അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും വന്നു ചേരത്തില്ല. ഇതുവരെ നിങ്ങൾക്ക് ദോഷമുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ പെട്ട ഒരു വ്യക്തി നാളെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി അനുകൂലമായി മാത്രമേ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയുള്ളൂ. ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഇതിനു മുമ്പ് ശത്രുവായിരുന്നെങ്കിൽ ആ വ്യക്തി ഇനിയിപ്പോൾ ശത്രുവായിട്ടല്ല സ്നേഹിതനായിട്ടാണ് നിങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നാളത്തെ ദിവസം അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും എന്നുള്ളത് ബന്ധുക്കാരൊക്കെ ഒരുപക്ഷെ നിങ്ങളുമായിട്ട് അകന്ന് കഴിഞ്ഞവരാണെങ്കിൽ, ശത്രുതയിൽ കഴിഞ്ഞവരാണെങ്കിൽ ഇപ്പോൾ നാളത്തെ ദിവസം ബന്ധുക്കളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ അഷ്ടമഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ 12ാം ഭാവാധിപനാണ്. അപ്പോൾ 12ാം ഭാവാധിപനായ ഒരു ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുന്നത് നല്ലതല്ല. ഇത് ധനുക്കൂറുകാരെ സംബന്ധിച്ച ഒരു മോശം ഗ്രഹസ്ഥിതിയാണ്. അപ്പോൾ 12ാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ വന്ന് ധനനഷ്ടം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. മനോദുഃഖം, മാനഹാനി, പല വിധത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ അതിനൊരു തടസ്സം സൃഷ്ടിക്കുവാൻ അവിടെ
ആരും വന്നു ചേരുന്നില്ല എന്നുള്ളതും ഒരു വിഷയമാണ്. ഏതെങ്കിലും ഒരു ഗ്രഹം, ഒരു ശുഭഗ്രഹം ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയെ വീക്ഷിക്കുകയായിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം അങ്ങ് മാറിക്കിട്ടിയേനും. പക്ഷെങ്കിൽ ഒരു ശുഭഗ്രഹം പോലും വീക്ഷിക്കുവാനില്ല. അതുകൊണ്ട് ധനുക്കൂറുകാർ ബുധനാഴ്ച ദിവസം വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ 12ാം ഭാവാധിപനാണ് അഷ്ടമത്തിൽ നിന്നുകൊണ്ട് ബലവാനാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പലവിധത്തിലുള്ള പ്രതിസന്ധികൾ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വിജയിക്കുമ്പോൾ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ദോഷമായിട്ടാണ് വന്നു ചേരാൻ പോകുന്നത്. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ കാര്യവിജയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുക നെഗറ്റീവായിട്ടായിരിക്കും. അത് തിക്താനുഭവമായിട്ടായിരിക്കും വന്നു ചേരുക. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയൊക്കെ വേദനിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. ആപത്തനർത്ഥങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരാൻ സാധ്യതയുള്ള ദിവസമാണ്. സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് ധനുക്കൂറുകാരോട് പറഞ്ഞു തരുവാനുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് കുടുംബസുഖം കാണും, ദാമ്പത്യ ജീവിത സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കാം, തൊഴിൽപരമായുള്ള മേഖല അനുകൂലമായിരിക്കാം. പക്ഷെങ്കിൽ നിങ്ങൾക്ക് പ്രതിസന്ധികൾ പല വിധത്തിലും വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഞാൻ നൽകുന്നത്. ഇനി മകരക്കുറാണ്. മകരക്കുറിൽപ്പെട്ട ഉത്രാട, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അവിടെ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ബലവാനായി നിൽക്കുന്ന ഒരു ബുധനാഴ്ച ദിവസമാണ്. അപ്പോൾ 7ാം ഭാവത്തിൽ ചൊവ്വ ബലവാനായാൽ തീർച്ചയായിട്ടും ചൊവ്വ ദോഷമെന്ന് പറയുന്ന ദോഷമല്ലേ വരിക. അപ്പോൾ ഇവിടെ ചൊവ്വയെ ഏതെങ്കിലും ശുഭഗ്രഹം വീക്ഷിക്കുന്നുണ്ടോ ഇല്ലെന്ന് നോക്കണം. ഒരു ശുഭഗ്രഹവും വീക്ഷിക്കുന്നില്ല. ബുധൻ വീക്ഷിക്കുന്നില്ല, ശുക്രൻ വീക്ഷിക്കുന്നില്ല, വ്യാഴം വീക്ഷിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ചൊവ്വാദോഷം മാറുന്നത്? അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു വിഷയം. പക്ഷെങ്കിൽ ഈ 7ാം ഭാവത്തിൻ്റെ അധിപൻ ഇവരുടെ കേന്ദ്രഭാവത്തിൽ വരുന്നത് കൊണ്ട് അതിന് വലിയൊരു ദോഷമായിട്ടൊന്നും വന്നു ചേരാതെ അങ്ങ് ഒരു വലിയ ദോഷം വരാതെ അങ്ങ് കണ്ണിൽ കൊള്ളേണ്ടത് പിരികത്തിൽ കൊണ്ടുപോയി എന്ന് പറയുന്ന പോലെ ഒരു അനുഭവത്തിൽ കൂടി അങ്ങ് കടന്നു പോകുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ 12ാം ഭാവത്തിൻ്റെയും 4ാം ഭാവത്തിൻ്റെയും അധിപനായ ഗ്രഹമാണ് ഈ ചക്രവർത്തി രാജയോഗം ചെയ്തു നിൽക്കുന്നത്. അതുകൊണ്ട് മകരക്കുറുകാർക്ക് എന്താണ് നേട്ടം? വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമുണ്ട്. ഇവരുടെ പ്രവർത്തന മേഖലകളിൽ ഇവർക്ക് വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു ദിവസവുമാണ് ബുധനാഴ്ച ദിവസം. അപ്പോൾ അത് ഇവർക്കൊരു വലിയ പ്രത്യേകതകളായിട്ട് വരുന്നു. പക്ഷേങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ സൂക്ഷിക്കണം. കലഹമുണ്ടാകുവാൻ, അല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു കുടുംബത്തിൽ നല്ല നല്ല ജീവിത സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അവർക്കത് അനുഭവിക്കാനായിട്ട് തടസ്സം വരുന്നത് ഒന്നെങ്കിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ്. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ അവർക്ക് വീടുണ്ട്, വാഹനമുണ്ട്, ഭൂമിയുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ ചേരത്തില്ല, സ്വസ്ഥതയില്ല, സമാധാനമില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയുള്ള അനുഭവമാണ് ഈ മകരക്കുറുകാർക്ക് നാളത്തെ ദിവസം വരാൻ സാധ്യതയുള്ളൂ. അത് സൂക്ഷിക്കുക. ഇനി കുംഭക്കുറാണ്. കുംഭക്കുറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ബുധനാഴ്ച ദിവസം രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ അവർ ഭാരപ്പെടുവാൻ സാധ്യതയില്ല. തൊഴിൽ സംബന്ധമായിട്ടുള്ള ഉന്നതി അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ അനുകൂലമായി വരുന്നു. പക്ഷെങ്കിൽ ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ശനി ഇത് മുഴുവൻ ഇവർ അനുഭവിക്കരുത്, ഈ നേട്ടം മുഴുവൻ ഇവർ അനുഭവിക്കരുതെന്നുള്ള ഒരു വിരോധഭാവത്താൽ 3ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് ഈ പറഞ്ഞ ഈ നേട്ടങ്ങളിലൊക്കെ ഒരു 30% കുറവ് വരും. ഏതൊക്കെ നേട്ടങ്ങളാണ്? പാപഗ്രഹമായ ഗ്രഹം അത് ചൊവ്വ 6ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. ചന്ദ്രൻ 3ാം ഭാവത്തിൽ നിന്നാലും ദോഷമില്ല. ബുധൻ 10ൽ നിൽക്കുന്നു, നല്ലതാണ്. സൂര്യൻ 10ൽ നിൽക്കുന്നു, നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രഹസ്ഥിതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. അതുപോലെ തന്നെ തൊഴിൽഭാവത്തിൻ്റെ അധിപൻ ബലവാനാകുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള പുരോഗതി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് വരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല നല്ല അനുഭവങ്ങളാണ്. പക്ഷേങ്കിൽ നിങ്ങൾ അങ്ങനെ പൂർണ്ണമായിട്ടും സന്തോഷത്തിൽ ആറാടി ജീവിക്കേണ്ട എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി ശനി എന്ന് പറയുന്ന ഗ്രഹം ചന്ദ്രനെ ചെറിയ രീതിയിൽ വീക്ഷിക്കുന്നത് കൊണ്ട് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് കുംഭക്കുറുകാർ മനസ്സിലാക്കുക. ഇനി മീനക്കുറാണ്. മീനക്കുറിൽപ്പെട്ട പുരുട്ടാതി, തുട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് അവർക്ക് കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നു, മീനക്കുറുകാരെ പറ്റി ഞാൻ പറഞ്ഞത് മോശമായിപ്പോയി, അവരെല്ലാം നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, സൗഭാഗ്യകരമായ ജീവിത സാഹചര്യങ്ങളിലൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങളെക്കുറിച്ച് അങ്ങനെ പറയുന്നത് മോശമാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയമുള്ളവരെ, എൻ്റെ ഈ വീഡിയോ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രേക്ഷകരും അങ്ങനെ പറയത്തില്ല.
കാരണം 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഒരുപാട് പേർക്ക് കഷ്ടനഷ്ടങ്ങളെ കൊടുത്താണ് ഇപ്പോൾ അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ജനിച്ച സമയത്ത് ശനി എന്ന് പറയുന്ന ഗ്രഹം ദോഷം ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ജനിച്ച സമയത്ത് ശനി 3-ലോ 6-ലോ 11-ലോ നിൽക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് ഗ്രഹനിലയിൽ ഉള്ളതെങ്കിൽ അവർക്ക് ഈ 12-ലെ ശനിയെ കൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല. അപ്പോൾ അവർക്ക് ഈ മറ്റൊരാളുടെ ദോഷവശങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് അവർക്ക് ഒരു നല്ല അനുഭവമുണ്ടല്ലോ, നല്ല സൗഭാഗ്യമായ ജീവിതമുണ്ടല്ലോ, അപ്പോൾ അവർക്കിതൊന്നും ബാധകമല്ല, ജ്യോതിഷവും ബാധകമല്ല, ഇതൊന്നും ബാധകമല്ല, ഇതൊക്കെ പറയുന്ന കള്ളമാണ്, ഞങ്ങൾക്കെല്ലാം കൊണ്ടും നേട്ടമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേങ്കിൽ അവർ ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ അവരുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെ പ്രാർത്ഥനയോ ഒക്കെ കൊണ്ടോ അവർ ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യാത്തൊരു ഗ്രഹമായി നിന്നു. ഓക്കെ, അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല. ദശാകാലത്തിൻ്റെ നേട്ടവും കൊണ്ട് അവർക്ക് നല്ല കാലമാണ്. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും, ഈ മീനക്കൂറിൽപ്പെട്ട ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ ഈ ശനി 12-ൽ വന്ന പിന്നെ എത്ര പേർ ഓപ്പറേഷന് വിധേയരായി, എത്ര പേർ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, ഒരുപാട് പേരുടെ ജീവിതം തകർത്ത് ആ ശനിയുടെ വരവ് മൂലം, 12-ലേക്കുള്ള ശനിയുടെ വരവ് മൂലം. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ. അവരുടെ ജന്മഭാവത്തിൽ രാഹു നിൽക്കുന്നു, അതൊരു വിഷയം. 7-ൽ കേതു നിൽക്കുന്നു, കള്ളം പറഞ്ഞു തന്നെയാണ് ഈ ദാമ്പത്യ ജീവിതമൊക്കെ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊന്നും ബാധിക്കാത്ത കുറേ പേരുണ്ട്. ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് ഇതൊന്നും ബാധിക്കാതെ പോകുന്നവരുണ്ട്. അവർ വലിയ ഷോ കാണിക്കും. ഇതൊക്കെ പറയുന്നത് കള്ളമാണ്, ഞങ്ങൾക്ക് നേട്ടമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദോഷവശത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയും, നമ്മൾ നേട്ടത്തെക്കുറിച്ചല്ല അറിയേണ്ടത്, നമ്മൾക്ക് എന്തെങ്കിലും ദോഷം വരുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ആ ദോഷം വരുവാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ദോഷം നമ്മളിൽ നിന്ന് അകന്നു പോകാനുള്ള പരിഹാരവും അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ജീവിത വിജയം ഉണ്ടാവുള്ളൂ. അല്ലാതെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല രീതിയിൽ നേട്ടങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി പോലും ജ്യോതിഷത്തെ തേടി വരത്തില്ല. അതാണൊരു പ്രത്യേകത. അപ്പം പിന്നെ അങ്ങനെയുള്ളവർ ചിലർ ചുമ്മാ വന്ന് ഒന്ന് ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഒരു കമൻറ്റ് ഇട്ടിട്ട് പോകും. അതിപ്പം പോട്ടെ, അല്ല ഇപ്പം നമ്മൾ തന്നെ ചെയ്യാൻ. അപ്പം പറഞ്ഞു വന്നത്, മീനക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം കുടുംബസുഖം, ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം, ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടി വരാം, അതുപോലെ തന്നെ കാര്യവിജയം പ്രതീക്ഷിക്കാം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല അനുഭവങ്ങൾ തന്നെ അവർക്ക് വന്നു ചേരും. തൊഴിൽഗുണവും വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നേട്ടവും ഒക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ഈ 12-ലെ ശനി ദോഷം ചെയ്ത് ജോലിക്ക് പോകാത്ത സാഹചര്യത്തിൽ കൂടി കഴിയുന്നവരുണ്ട്, ഓപ്പറേഷന് വിധേയരായി വിശ്രമിക്കുന്നവരുണ്ട്, ധനം തികയാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്, കടബാധകളിൽ പെട്ടവരുണ്ട്. അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങൾ ഒട്ടേറെ അനുഭവിച്ച് ഒരു വശത്ത് ജീവിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളതിൻ്റെ യഥാർത്ഥ വശം നമ്മൾ മനസ്സിലാക്കി വേണം നക്ഷത്രഫലം കേൾക്കുവാൻ. ഇത് ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും സത്യമാണ്. അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഓരോരുത്തരും, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഈ മീനക്കുറിൽപ്പെട്ട രേവതി നക്ഷത്രം ഉണ്ടെങ്കിൽ, ഉത്രട്ടാതി നക്ഷത്രം ഉണ്ടെങ്കിൽ, പൂർട്ടാതി കാലുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കുക, അവരുടെ ജീവിത സാഹചര്യം എങ്ങനെയാണെന്നുള്ളത് ചോദിക്കുക. ചിലർക്ക് ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് രാജകീയമായ ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതും മറ്റൊരു വശം. ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട്, അത് പ്രായവ്യത്യാസം അനുസരിച്ച് ദശാകാലത്തിൻ്റെ നേട്ടം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉള്ള നേട്ടങ്ങൾ അവർക്കുണ്ടാകുമെങ്കിലും പൊതുവെ പറയുമ്പോൾ നക്ഷത്രഫലം കേട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷവശങ്ങൾ വരാനുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. നേട്ടങ്ങളെക്കാൾ കൂടുതൽ ഇപ്പം നമുക്ക് കുറേ നാളെ കോടീശ്വരനാകുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ കോടീശ്വരനാകും, ലോട്ടറി അടിക്കും, ആ കൂടെ തന്നെ കൈയും കാലും ഒടിച്ച് ആശുപത്രിയിൽ കിടക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ദോഷം വരാനുള്ളത് നമ്മൾ ചിന്തിക്കുക, അതിന് പരിഹാരം ചെയ്തു പോവുക, ഉള്ളത് കൊണ്ട് തൃപ്തിയായിട്ട് പോകുക, കണ്ടമാനം കടമൊക്കെ മേടിച്ച് കൂട്ടാതെ ജീവിക്കുക, നമ്മുടെ വരുമാനം അനുസരിച്ച് ജീവിക്കുക, നമുക്കുള്ളതിനെ മെച്ചമാക്കി നമ്മൾ എടുക്കുക, ജീവിതത്തെ ക്രമീകരിക്കുക. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു മനുഷ്യ ജീവിതം മെച്ചപ്പെട്ടു പോകും. അതോടുകൂടി ഈശ്വരഭക്തിയും വേണം. നമുക്കൊരു പ്രതിസന്ധി വന്നാൽ നമ്മൾ ആരോട് പറയണം? ഞാൻ മഹാദേവനോട് പറയും, അതുപോലെ നിങ്ങളും പറയണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതം പ്രതിസന്ധിയിലും പ്രശ്നത്തിലും അകപ്പെടാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. നമുക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമുക്കൊരു തെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് ജീവിച്ചു പോകാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജീവിത പുരോഗതി തീർച്ചയായിട്ടും ഉണ്ടാകും, ഒരറിവാണ്. അപ്പോൾ എല്ലാവരെയും മഹാദേവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. മഹാദേവ, എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി.
മഹാദേവൻ്റെ ശാന്തിയും സമാധാനവും ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.